ഇതാ വാ തുറക്കൂ. അയ്യോ വേണ്ട, തമ്പുരാട്ടി എന്തായി കാണിക്കുന്നത്? അതിരുകളൊന്നും ലംഘിച്ചുകൂടാ. അർഹതയില്ലാത്തതൊന്നും എനിക്ക് വെച്ച് നീട്ടാനും പാടില്ല. കയ്യിൽ വാരിയെടുത്ത ഭക്ഷണത്തിന്റെ അർഹതയെക്കുറിച്ച് തർക്കം വേണ്ട. ഇതങ്ങ് കഴിച്ചാൽ മതി. കഴിക്ക. ഈ കാഴ്ച കണ്ട് ശിവശങ്കരൻ തമ്പുരാനോ മറ്റോ വരികയാണെങ്കിലോ? ചില ചോദ്യങ്ങൾക്ക് എന്റെ ഉത്തരം കണ്ണീരായിരിക്കും. ചിലതിന് തക്കതായിട്ടുള്ള മറുപടി പറയാനും അറിയാം. കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ പൂർവജന്മത്തിൽ എന്തോ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് കരുതിയത്. പക്ഷെ പൂർവജന്മം എത്രയുണ്ടെങ്കിലും അതിലെല്ലാം പുണ്യം തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രതിഫലം എനിക്ക് കിട്ടില്ലല്ലോ. ഞാനിപ്പോൾ അങ്ങേക്ക് ചെയ്യുന്നത് എന്റെ കടമയാണ്. അതിന് ഇതിൽ കൂടുതൽ പുകഴ്ത്തലുകളൊന്നും ആവശ്യമില്ല. വയറ് നിറയും വരെ കഴിക്കൂ, എന്നിട്ട് സുഖമായി ഉറങ്ങൂ. തമ്പുരാട്ടി ഉറങ്ങുന്നില്ലേ? ഈ നടയിലിരിക്കാം. കണ്ണുകളെ ഉറക്കം തഴുകുകയാണെങ്കിൽ തഴുകട്ടെ, ഇല്ലെങ്കിൽ നാളെയും സമയമുണ്ടല്ലോ. കൊട്ടാരക്കെട്ടിലെ എല്ലാവർക്കും ഈ മനസ്സ് കിട്ടിയിരുന്നെങ്കിൽ പ്രജകൾ എത്ര ഭാഗ്യവാന്മാരായേനെ. എല്ലാവരുടെയും മനസ്സിന്റെ കാര്യം എനിക്കറിയില്ല. എന്റെ മനസ്സ് മാറ്റാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അയ്യോ, വേദനിച്ചോ? ഇല്ല. നോവുന്നുണ്ടോ? ഇതെനിക്ക് ഒരിക്കലും ഒരു നോവല്ല. കഴിക്കാം. കുഞ്ഞുറങ്ങിയോ? ഉറങ്ങി, സമാധാനായി ഉറങ്ങുന്നു. കുറച്ചു നാൾക്ക് മുമ്പ് ഈ കൊട്ടാരത്തിൽ ഏത് സമയവും കുഞ്ഞിന്റെ കരച്ചിൽ തന്നെയായിരുന്നു. അതെ, പക്ഷേ പഞ്ചമിയുടെ വരവോടെ അതെല്ലാം മാറിയില്ലേ? ഇവിടുത്തെ കുഞ്ഞിന്റെ കരച്ചിൽ മാത്രമല്ല, ദേശമംഗല നിവാസികളുടെ കരച്ചിലും അവസാനിച്ചു. എല്ലാവർക്കും പഞ്ചമിയെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. അന്നൊരു തെറ്റുപറ്റിയതിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വിഷമം മാറിയിട്ടില്ല. അതെന്തിനാ? പഞ്ചമിയെല്ലാം ക്ഷമിച്ചതല്ലേ? അപ്പൊ പിന്നെ അവളെ സ്നേഹിച്ച് പ്രായശ്ചിത്തം ചെയ്താൽ മതിയല്ലോ. അതേ ഞാനും ഉദ്ദേശിക്കുന്നുള്ളൂ. ക്ഷേത്രത്തിലെ ഗായകന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമായിരിക്കും അല്ലേ? സംശയമില്ല. നാളെ നേരം പുലരുമ്പോ അദ്ദേഹം ഈ പ്രപഞ്ചം കാണാൻ തുടങ്ങും. ദേവി മഹാമായയുടെ ശക്തി അത്രയ്ക്ക് വലുതല്ലേ? എന്നോട് വേറൊന്നും തോന്നണ്ട. ഒരു ചെറിയ അടക്കം പറച്ചിലുണ്ട്. എന്ത്? അല്ല, ഗായകന് വേണ്ടി പഞ്ചമി കാട്ടിൽ പോയി വ്രതം നോറ്റ് വീരശൈവ പുഷ്പം കൊണ്ടുവന്നു. അത് പോരാതെ പാതിരാത്രി ഗായകന് കൂട്ടിയിരിക്കുന്നു. ഏറ്റെടുത്ത ഉദ്യമം തീർന്നില്ലല്ലോ ജ്യേഷ്ഠത്തി. ശരിയാണ്, പക്ഷേ അപവാദം പറയുന്നവർക്കേ ഇത് വല്ലതും നോക്കാനുണ്ടോ? പ്രത്യേകിച്ച് മഹാരാജാവിന്റെ സഹോദരിയെ കുറിച്ചാകുമ്പോൾ അടക്കം പറച്ചിലിന് ആഴം കൂടില്ലേ? ശകുന്തള ജ്യേഷ്ഠത്തി എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതൊക്കെ തെറ്റല്ലേന്ന് ചിലരൊക്കെ ചോദിക്കുമ്പോ അല്ലെന്ന് തറപ്പിച്ച് പറയാൻ പറ്റോ? പറ്റണം. പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം സ്വന്തം മനസ്സിലും അത്തരം നീച ചിന്തകൾ ഉണ്ടെന്നാണ്. അയ്യോ, എന്റെ മനസ്സിലോ അങ്ങനെ ഒന്നുമില്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ. അടക്കം പറച്ചിലുകാർ ആരായാലും എന്റെ മുൻപിലേക്ക് കൊണ്ടുവരൂ. ഞാനവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കാം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. അടക്കം പറച്ചിലുകാർക്ക് നേതൃത്വം കൊടുക്കുന്നത് ജ്യേഷ്ഠത്തിയോ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവോ ആകരുത്. ഇനിയൊരു തെറ്റ് തമ്പുരാൻ ക്ഷമിക്കുമെന്ന് കരുതണ്ട. അയ്യോ, അറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അന്തഃപുരത്തിൽ ഒതുങ്ങാത്ത വാർത്തയാണെങ്കിൽ അതെനിക്ക് തമ്പുരാനെ അറിയിച്ചേ പറ്റൂ. അയ്യോ വേണ്ട, അനുജൻ തമ്പുരാനെ ഒന്നും അറിയിക്കണ്ട. എങ്കിൽ ജ്യേഷ്ഠത്തി പൊയ്ക്കോളൂ. പഞ്ചമിയെക്കുറിച്ച് ആരും അപവാദം പ്രചരിപ്പിക്കില്ല. പ്രചരിപ്പിച്ചാൽ അത് നിലനിൽക്കുകയില്ല. അവൾക്ക് കാവൽ ദേവി മഹാമായയാണ്. അപവാദം പറയുന്നവരുടെ നാവുകൾ
അവരറിയാതെ ചുട്ടുപൊള്ളും. എന്നാ പിന്നെ ഞാൻ കൊട്ടാരത്തിലെ പട്ടുമെത്തയിലിരിക്കേണ്ട തമ്പുരാട്ടി ഇവിടെ എൻ്റെ കൂടെ ക്ഷേത്രനടയിലിരിക്കുക എന്ന് പറയുന്നത് കഷ്ടമാണ്. കാട്ടിൽ ജീവിച്ചവളാണ് ഞാൻ. ഭ്രാന്തിയെ പോലെ അലഞ്ഞ സമയത്ത് മരത്തണലിലും ഗുഹകളിലുമാണ് അഭയം തേടിയത്. കൊട്ടാരത്തിലെ പട്ടുമെത്ത എനിക്കൊരിക്കലും ഒരു വലിയ കാര്യമായി തോന്നിയിട്ടില്ല. കയ്യിലൊന്നുമില്ലാത്തവനാണ് ഞാൻ. എന്നോട് കാണിക്കുന്ന ഈ കാരുണ്യത്തിന് എന്താണ് തമ്പുരാട്ടിക്കുട്ടിക്ക് പ്രതിഫലമായി ഞാൻ തരേണ്ടത്? പകരം എന്തെങ്കിലും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ. എന്നാലും ചോദിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? ആകെയുള്ളത് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച സംഗീതം മാത്രമാണ്. അത് മതിയോ തമ്പുരാട്ടിക്കുട്ടിക്ക്? പോരാ. പിന്നെന്താ? എൻ്റെ പ്രാണനോ? അതെ, എനിക്ക് അങ്ങയുടെ പ്രാണനാണ് വേണ്ടത്. എന്റെ പ്രാണനോട് ചേർക്കാൻ. തമ്പുരാട്ടി, അരുത്! എന്റെ വാക്കുകളിൽ, എന്റെ സാമീപ്യത്തിൽ അങ്ങയോടുള്ള പ്രണയം അങ്ങ് തിരിച്ചറിയാഞ്ഞിട്ടാണോ? വിഡ്ഢിത്തം പറയാതിരിക്കൂ. കളി പറയാനുള്ള നേരമല്ലിത്. ഞാൻ പറഞ്ഞത് കളിയല്ല. വീരശൈവ പുഷ്പം തേടി പോകുമ്പോഴും അങ്ങയുടെ കൂടെ ഇപ്പൊ ഇവിടെ കാവലിരിക്കുമ്പോഴും അത് തന്നെയാണ് എന്റെ മനസ്സിലുള്ളത്. ഇനിയുള്ള കാലം അങ്ങയുടെ പത്നിയായി എനിക്ക് ജീവിക്കണം. വേണ്ട തമ്പുരാട്ടി. കൊട്ടാരക്കെട്ടുകളിൽ നിന്നും താഴേക്കൊഴുകിയ ഒരുപാട് പ്രണയ നദികളുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനൊന്നും നല്ലൊരു അവസാനം ഉണ്ടായിട്ടില്ല. ഒടുവിൽ ആരെങ്കിലും ഒരാൾ മരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും. എനിക്കൊരു ദുരന്തം ഉണ്ടാവുന്നത് ഞാൻ സഹിക്കും. പക്ഷേ തമ്പുരാട്ടിയുടെ കാര്യത്തിൽ എനിക്കത് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഈ ലോകത്ത് എത്രയോ പേർ മരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാനെന്ന് കരുതിക്കൂടെ? പറ്റില്ല. എനിക്കതിന് കഴിയില്ല. അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. ആദിത്യന്റെ മനസ്സിലുള്ള എന്റെ സ്ഥാനം എന്താണ്? തമ്പുരാട്ടി, എനിക്ക് എല്ലാമാണ്. എല്ലാം. എനിക്ക് അങ്ങയോടുള്ള പ്രണയം ഞാൻ സത്യസന്ധമായി തുറന്നു പറഞ്ഞു. അങ്ങേക്ക് എന്നോടുള്ള പ്രണയം അങ്ങ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കില്ല തമ്പുരാട്ടി. ഋതുക്കൾക്ക് മാറ്റം വരില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളെ കൊണ്ട് മാറ്റി മറിക്കാനും കഴിയില്ല. മറക്കണം, പൊറുക്കണം എന്നോട്. ആദിത്യൻ, ഏട്ടൻ തമ്പുരാന്റെ കൽപ്പനകളാണ് ഭയമെങ്കിൽ അതുണ്ടാവില്ല. ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഏട്ടൻ തമ്പുരാൻ അത് അനുവദിക്കാതിരിക്കില്ല. നാളെ ദേവിയുടെ മുൻപിൽ ഈ കണ്ണുകളുടെ കെട്ടഴിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ദേവീ ദർശനം കഴിഞ്ഞ് അങ്ങ് എന്നെ നോക്കുമ്പോൾ ഈ കണ്ണുകളിൽ അങ്ങേക്ക് എന്നോടുള്ള പ്രണയമുണ്ടാകണം. ഞാൻ കാത്തിരിക്കുന്നത് അതിനാണ്. പഞ്ചമി, കൊട്ടാരക്കെട്ടുകളിൽ നിന്നും താഴേക്കൊഴുകിയ പ്രണയ നദികളുടെ ദുരന്തം നമുക്കുണ്ടാവില്ല. നമ്മൾ ഒന്നിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ഈ തിരുനടയിൽ വെച്ചാണ്. സാക്ഷി ദേവി ഭഗവതിയാണ്. അങ്ങേക്ക് ഞാൻ സ്വന്തമായിരിക്കും എന്നും. ജ്യേഷ്ഠത്തി പറഞ്ഞത് ഞാൻ അങ്ങയോട് പറയാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു. അതല്ലേ ഈ ആദിയുടെ കാരണം? പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല മീനാക്ഷി. തന്നെയുമല്ല, പറയേണ്ടത് തന്നെയാണല്ലോ ഈ വിഷയം. അടക്കം പറച്ചിലുകളെന്ന് ജ്യേഷ്ഠത്തി പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പഞ്ചമിയെക്കുറിച്ച് അങ്ങനെ ആരും ഒന്നും പറയില്ല. പക്ഷേ വേണ്ടപ്പെട്ടവരുടെ നാവിൽ നിന്ന് തന്നെ തെറ്റായ വാക്കുകൾ പുറത്തു വന്നാലോ? കേൾക്കുന്നവരത് വിശ്വസിക്കില്ലേ? ഏറ്റെടുക്കില്ലേ? പറഞ്ഞു പ്രചരിപ്പിക്കില്ലേ? ഇല്ല തമ്പുരാൻ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് കരുതൂ. കൊട്ടാരവളപ്പിൽ വിശിഷ്ട ഗന്ധമുള്ളൊരു പൂവ് വിരിഞ്ഞാൽ അതിന്റെ സുഗന്ധം എത്തുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ ദുർഗന്ധം അങ്ങനെയല്ല. അതുപോലെയാണ് അപവാദം.
അതിന് വേഗത കൂടുതലാ, ദൂരപരിധിയും. പഞ്ചമിയോട് ചെയ്ത തെറ്റുകൾ അറിഞ്ഞ നിമിഷം രണ്ടിന്റെയും ശിരസുകൾ അറക്കണമായിരുന്നു. കൂടപ്പിറപ്പല്ലേന്ന് കരുതി ക്ഷമിച്ചത് നമ്മുടെ തെറ്റ്. വേണ്ട തമ്പുരാൻ, അങ്ങനൊന്നും ചിന്തിക്കണ്ട. അങ്ങിത് ജ്യേഷ്ഠത്തിയോട് ചോദിക്കാനും നിൽക്കണ്ട. ഞാനല്പം ഗൗരവമായി തന്നെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിവിടെ അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ. ആരോപണങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് നല്ലതല്ല. കുറച്ചു കഴിയുമ്പോൾ ആളുകൾ അതിൽ സത്യമില്ലെന്ന് ചെയ്യാൻ തുടങ്ങും. എന്തായാലും മീനാക്ഷി ഒരു കാര്യം ഉറപ്പിച്ചോളൂ, പഞ്ചമിയെക്കുറിച്ച് തെറ്റായ വാക്കുകൾ ഉച്ചരിക്കുന്നത് ആരായാലും ആ നാവ് അറക്കാനായിരിക്കും പിന്നെ നമ്മുടെ കൽപ്പന. നാളത്തോടെ ഗായകന്റെ കാഴ്ച തിരിച്ചു കിട്ടുമല്ലോ. അത് കഴിഞ്ഞാൽ പഞ്ചമിക്ക് നിശ്ചയിച്ചു വച്ചിരിക്കുന്ന വിവാഹം ഉടനെ നടത്തുകയും ചെയ്യാലോ. അതെ, ഒട്ടും വൈകാതെ ഉദയവർമ്മന്റെ മകനുമായുള്ള പഞ്ചമിയുടെ വിവാഹം നടത്തണം. ഈ നാട് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷമായിരിക്കണം നമ്മുടെ സഹോദരിയുടെ വിവാഹ ചടങ്ങ്. എല്ലാം നടക്കും. നാളെ അതിരാവിലെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടേണ്ടതല്ലേ? അങ്ങ് ഉറക്കമൊഴിക്കണ്ട. ഉറങ്ങാറായെങ്കിൽ അകത്ത് കുഞ്ഞിന്റെ അടുത്ത് പോയി കിടന്നോളൂ. ഇങ്ങനെ നടന്ന് ഉറക്കം കളയണ്ട. ഇദ്ദേഹത്തിന് കൂട്ടായി ഞാൻ ഇവിടെ ഇരിക്കാം. വേണ്ട, ഇന്ന് കൺപോളകൾ അടച്ചാലും എനിക്ക് ഉറക്കം കിട്ടില്ല തിരുമേനി. ഇന്ന് അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാവലാണ്. കുറച്ചു മുമ്പ് നിങ്ങൾ സംസാരിക്കുന്ന ഞാൻ കേട്ടു. തമ്പുരാട്ടിക്കുട്ടി പറയുന്ന അത്രയും നിസാരമാണോ ഇതൊക്കെ? എന്റെ ജീവിതത്തിലെ തോന്നലുകളെല്ലാം ദൈവീ നിശ്ചയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം തെറ്റായിരുന്നെങ്കിൽ അമ്മ അത് തിരുത്തുമായിരുന്നില്ലേ? മറ്റു വഴികൾ പറഞ്ഞു തരുമായിരുന്നില്ലേ? ഞാൻ ചോദിച്ചേ ഉള്ളൂ. അങ്ങ് ഭയക്കണ്ട. ജീവിതം വലിയൊരു യാത്രയല്ലേ? അതിനിടയിൽ ആരൊക്കെയാണ് നമ്മളെ അനുഗമിക്കുക, ആരൊക്കെയാണ് കൈപിടിക്കുക, ആരാണ് മുൻപിൽ നടക്കുക എന്നൊന്നും നമുക്കറിയില്ലല്ലോ. എല്ലാം ദൈവനിശ്ചയല്ലേ? അതെ, ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ അതും ശരിയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ വെറും വിഡ്ഢിത്തമാണ്. എഴുതിയിരിക്കുന്ന വിധിയിൽ ഒരല്പം മുന്നോട്ടോ പിന്നോട്ടോ സഞ്ചരിക്കാൻ കഴിയാത്ത മനുഷ്യർ എന്തെല്ലാം കണക്കുകൂട്ടലുകൾ നടത്തുന്നു. നാളെ അദ്ദേഹത്തിന്റെ കാഴ്ചകൾ തിരിച്ചു കിട്ടുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്ന മുഹൂർത്തത്തിൽ ഏട്ടൻ തമ്പുരാനോട് ഞാൻ എല്ലാം തുറന്നു പറയും. ഏട്ടൻ തമ്പുരാൻ തീരുമാനിക്കട്ടെ. നാമും പ്രാർത്ഥിക്കാം. ആദിത്യൻ നല്ലവനാണ്, സ്നേഹമുള്ള ആളാണ്. പാർവതി പരമേശ്വരന്മാരെ പോലെ ചേർച്ചയുണ്ട് നിങ്ങൾ തമ്മിൽ. അങ്ങ് പോയി കിടന്നോളൂ, അതിരാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ? നാളെ പ്രഭാത പൂജ കഴിഞ്ഞ് തീർത്ഥം കൊടുത്ത ശേഷം ഇദ്ദേഹത്തിന്റെ കണ്ണുകളിലെ കെട്ടുകൾ അഴിക്കാം. ഇദ്ദേഹം വീണ്ടും ഈ ലോകം കാണട്ടെ. എല്ലാം അമ്മയുടെ അനുഗ്രഹം. നടന്നോളൂ തിരുമേനി, വൈകണ്ട. അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, ദേവി അമ്മേ ഭഗവതി, ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി. ആദിത്യൻ കൈനീട്ടു. അമ്മേ ഭഗവതി. ഇനി കണ്ണിന്റെ കെട്ടഴിക്കാം. ഭഗവതിയുടെ വിഗ്രഹം തന്നെ ആവട്ടെ ആദ്യ കാഴ്ച.
തനിക്ക് ദേവിയെ കാണാനാകുന്നുണ്ടോ? ഇല്ല, ചുറ്റും ഇരുട്ട് തന്നെ. ഒന്നിനും ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഭഗവതി കാത്തോളൂ. അമ്മ കനിഞ്ഞിരിക്കും. അങ്ങ് അമ്മയെ തന്നെ ഉറക്കെ വിളിക്കൂ. അമ്മേ, ഭഗവതി, ഭഗവതി കനിയനെ അമ്മേ. കാഴ്ച തന്ന് അനുഗ്രഹിക്കണമേ അമ്മേ. അമ്മേ, അമ്മേ മഹാമായേ, അമ്മേ ഭഗവതി, കാണാം. എനിക്ക് ഭഗവതിയെ കണ്ണിറയെ കാണാം. എന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അമ്മേ ഭഗവതി. അടിയുറച്ച ഭക്തനെ അമ്മ കൈവിടില്ല. പ്രാർത്ഥിച്ചോളൂ. അമ്മേ മഹാമായേ, ദേവി, അമ്മേ. അമ്മേ അമ്മേ. മഹാമായേ, ഭഗവതി, കാത്തുകൊള്ളണമേ. കാത്തുരക്ഷിക്കണേ. മഹാമായേ, മഹാമായേ, അമ്മേ അമ്മേ, ഭഗവതി. മഹാമായേ. അമ്മേ, ഭഗവതി. ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആദിത്യൻ ദേശമംഗലത്തമ്മയെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഒരാൾ അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി നടയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് അമ്മയുടെ മഹത്വങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അറിയുന്നത്. ദേശമംഗലത്തമ്മയുടെ മഹത്വങ്ങളെക്കുറിച്ച് പാടി പുകഴ്ത്താനാണ് ഇനി എന്റെ നാവും സ്വരവും എല്ലാം. പഞ്ചമി, യഥാർത്ഥത്തിൽ ആദിത്യന്റെ കാവൽക്കാരി നീയായിരുന്നല്ലോ. സന്തോഷമായില്ലേ ഇപ്പോൾ? അതെ ഏട്ടൻ തമ്പുരാൻ. ഇതിനേക്കാൾ സന്തോഷകരമായ ഒരു മുഹൂർത്തം ഇതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന എന്നെ ഏട്ടൻ തമ്പുരാൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വിളിച്ചപ്പോൾ തോന്നിയതിനേക്കാളും സന്തോഷം ഇപ്പോൾ തോന്നുന്നു. തിരുമേനി, എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ ഒരു സന്തോഷ വാർത്ത നമുക്ക് പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സഹോദരി പഞ്ചമിയുടെ വിവാഹത്തെക്കുറിച്ചാണ്. സൂര്യമംഗലം ദേശത്തെ ഉദയവർമ്മൻ തമ്പുരാന്റെ മകൻ സൂര്യവർമ്മനുമായി നമ്മുടെ അനുജത്തിയുടെ വിവാഹം നടത്താമെന്ന് നാം വാക്കുകൊടുത്തിരിക്കുന്നു. പഞ്ചമിയുടെ വിവാഹം അത് ദേശമംഗലത്തിന്റെ ഉത്സവം തന്നെയായിരിക്കും. അതിന് ഇനി അധികം നാളുകൾ ഉണ്ടാവില്ല. ഏട്ടൻ തമ്പുരാൻ, അറിയാം, അമ്മയെ പൂജിക്കുന്നതാണ് നിനക്കേറെ പ്രിയമെന്ന്. പക്ഷേ വിവാഹം അനിവാര്യമാണല്ലോ. ഇതിനേക്കാൾ നല്ലൊരു തീരുമാനം ഈ ജ്യേഷ്ഠന് എടുക്കാനില്ല. അമ്മ അനുഗ്രഹിക്കും, തീർച്ച. പൊന്നു തമ്പുരാൻ നീണാൾ വാഴട്ടെ. അങ്ങ് അന്വേഷിച്ചത്? മന്ത്രിമുഖ്യ, വിശദമായൊരു കുറിമാനം ഉദയവർമ്മൻ എത്തിക്കണം. കൽപ്പന പോലെ. അവരുടെ നാട്ടിലെ ആചാരങ്ങൾ അല്പം വ്യത്യസ്തമാണെന്നാണ് കേട്ടിട്ടുള്ളത്. പഞ്ചമിയെ കാണുന്നതിന് ആരൊക്കെ വരണമെന്ന് അവര് തീരുമാനിക്കട്ടെ. അതേ തമ്പുരാൻ. ഉദയവർമ്മന്റെ രാജ്യം സമ്പദ് സമൃദ്ധമാണ്. സൈന്യവും ചെറുതല്ല. എന്തുകൊണ്ടും നമ്മുടെ രാജ്യത്തിന് ഈ ബന്ധം അഭിവൃദ്ധിയായിരിക്കും. സംശയം വേണ്ട തമ്പുരാൻ. ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടിച്ചേരുമ്പോ മറ്റാർക്കും ഒന്ന് നേരിടാൻ പോലും കരുത്തുണ്ടാവില്ല. എല്ലാം മഹാമായയുടെ അനുഗ്രഹം. മന്ത്രിമുഖ്യ, ഉദയവർമ്മന്റെ മകനെ നാം ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എവിടെ വെച്ചെങ്കിലും അങ്ങ് കാണുകയുണ്ടായോ? കണ്ടിട്ടുണ്ട്. 4-5 വർഷം മുൻപാണ് അങ്കനാട്ടിലെ ഒരു സത്രത്തിൽ വെച്ച്. പാഠശാലയിലെ പഴയ സഹപാഠിക്കൊപ്പം കുമാരൻ വേട്ടയ്ക്ക് പോയി തിരിച്ചു വരുന്ന വഴിക്ക്. യോഗ്യനാണ്, അതിസുന്ദരൻ. താങ്കൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നോ? ഉവ്. ദേശമംഗലത്തിന്റെ മന്ത്രിമുഖ്യനാണെന്ന് ആരോ പറഞ്ഞപ്പോ എന്നെ ഇങ്ങോട്ട് വന്ന് കണ്ടു. നാട്ടിലെ വിശേഷങ്ങൾ തിരക്കി
അനുതാപം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ തോന്നി കുമാരന് നല്ല മനസ്സാണെന്ന്. പഞ്ചമിക്ക് അങ്ങനെ ഒരാൾ തന്നെ വേണം. വാക്കിലും നോക്കിലും അവളെ സ്നേഹിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരാൾ. ജീവിതകാലം മുഴുവൻ നമ്മുടെ അനുജത്തി സന്തോഷത്തോടെ ഇരിക്കണം. അങ്ങയുടെ സഹോദരിയായി എന്നുള്ളത് തന്നെ പഞ്ചമി തമ്പുരാട്ടി ചെയ്ത മഹാഭാഗ്യമാണ്. എല്ലാം ദേവിയുടെ നിശ്ചയം പോലെ നടക്കും തമ്പുരാൻ. എങ്കിൽ എത്രയും പെട്ടെന്ന് കുറുമാനം അയക്കൂ. അവർക്ക് വരാനുള്ള തീയതിയും കുറിച്ച് നൽകാൻ പറയൂ. ശരി തമ്പുരാൻ. എന്റെ മനസ്സെന്താണെന്ന് ഏട്ടൻ തമ്പുരാൻ അറിയില്ല. അറിഞ്ഞാൽ ഇങ്ങനെയൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കില്ല. പഞ്ചമി, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ, പഞ്ചമിയുടെ യോഗ്യതകളും എന്റെ അയോഗ്യതയും നമ്മൾ തമ്മിൽ ഒരിക്കലും കൂടിച്ചേരാൻ പാടില്ല. തമ്പുരാന്റെ തീരുമാനം തന്നെയാണ് നടക്കേണ്ടത്. സൂര്യമംഗലം ദേശത്തെ ഇളയ തമ്പുരാൻ സൂര്യവർമ്മൻ തമ്പുരാനെ കുറിച്ച് പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഉത്തമനാണ്, എന്തുകൊണ്ടും പഞ്ചമിക്ക് യോജിച്ച ആളാണ്. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതുകൊണ്ട് അങ്ങേക്ക് എന്ത് രസമാണ് ലഭിക്കുന്നത്? ഞാൻ ഏട്ടൻ തമ്പുരാനെ കാണാൻ പോവുകയാണ്. നമ്മുടെ പ്രണയബന്ധം അദ്ദേഹത്തെ ഞാൻ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു. അരുത്, അങ്ങനെ ഒരു കാര്യം അദ്ദേഹം അറിയുമ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും നന്ദി കെട്ടവനായിട്ടായിരിക്കും അദ്ദേഹം എന്നെ കരുതുക. ഇന്നുകൂടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതേ ഉള്ളൂ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കടപ്പാട് ഈ ദേവിയോടും അങ്ങയോടുമാണെന്ന്. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്നവനാവില്ലേ ഞാൻ. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ജീവിതത്തിൽ അങ്ങയല്ലാതെ മറ്റൊരാളെ എനിക്ക് സ്നേഹിക്കാനാവില്ല.